76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. ഇന്ത്യൻ സായുധ സേനയുടെ പ്രകടനവും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പ്രദർശനവുമാകും ഇത്തവണത്തെ പ്രധാന ആകർഷണം. ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ജിഷ്ണുകൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാം നാളെ നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി രാവിലെ എല്ലാവരും എനിക്ക് തോന്നുന്നു ടെലിവിഷന് മുന്നിലായിരിക്കും. കാരണം റിപ്പബ്ലിക് ദിന പരേഡെല്ലാം കാണുന്നതിന്റെ ഒരു ആവേശം മുതൽ ഈ ഒരു ദിവസം രാവിലെ പതാക ഉയർത്തുന്ന ചടങ്ങ് മുതൽ അങ്ങോട്ട് ആ പരേഡൊക്കെ കണ്ടിരിക്കുന്നു, ലഡു കിട്ടുന്നു, അങ്ങനെ കുറെ കുട്ടിക്കാല ഓർമ്മകൾ കൂടി എല്ലാവർക്കും കാണും. പക്ഷെ നാളെ ആവേശത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും കാണാൻ വലിയ ഒരു കാഴ്ചകൾ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക കൃഷ്ണരാജ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോഴുള്ളത് രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ കർത്തവ്യ പഥിലാണ്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീണ്ടു നിൽക്കുന്ന, നേരത്തെ രാജ്പഥ് എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോൾ കർത്തവ്യ പഥ് എന്ന മോദി സർക്കാർ പുനർനാമകരണം ചെയ്തിട്ടുള്ള കർത്തവ്യ പഥിലാണ് ഞാനിപ്പോഴുള്ളത്. ഈ കർത്തവ്യ പഥിലാണ് ഇപ്പോൾ ദേവികയും കൃഷ്ണരാജും ചൂണ്ടിക്കാട്ടിയതുപോലെ നാളെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഭാരതത്തിന്റെ മുഴുവൻ പ്രൗഢിയും വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുക. ആ പരേഡിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. കഴിഞ്ഞ ദിവസം അതിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ എന്നുള്ള രീതിയിൽ എങ്ങനെയാണോ നാളെ പരേഡ് നടക്കുക അതിന് കൃത്യമായിട്ടുള്ള റിഹേഴ്സൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇവിടെയും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. പരേഡ് വീക്ഷിക്കുന്നതിനുള്ള ഗാലറി, ഒപ്പം സുരക്ഷാ സംവിധാനങ്ങൾ, വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. നാളെ ആഘോഷ പരിപാടികളിലെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവ് സുബിയോന്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഭാരതത്തിലെത്തിയിരുന്ന ഔദ്യോഗികമായ സ്വീകരണം അദ്ദേഹത്തിന് നൽകിയൊപ്പം ഇന്തോനേഷ്യൻ സൈന്യത്തിന്റെ 350 അംഗ സംഘവും ഇത്തവണ ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പാർച്ചന നടത്തുന്നതോടെ നാളെ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് ആരംഭിക്കും. ഒപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമു അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടുകൂടി എത്തി ദേശീയ പതാക ഉയർത്തുന്നതോടെ 21 ഗൺ സല്യൂട്ടുകൾ മുഴങ്ങും. അതിനുശേഷമായിരിക്കും പരേഡ് ആരംഭിക്കുക. ഭാരതത്തിന്റെ കര, നാവിക, വ്യോമസേന ഭാരതത്തിന്റെ സൈനിക ശേഷി പൂർണ്ണമായും വ്യക്തമാക്കുന്ന തരത്തിലുള്ള സൈനിക അഭ്യാസം, ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള പ്രളോയ് മിസൈലിന്റെ പ്രദർശനം, ഭാരതം തദ്ദേശീയമായി അത്യാധുനിക സാങ്കേതിക വിദ്യ ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പ്രളോയ് മിസൈലിന്റെ പ്രദർശനം, ഇപ്പോൾ പരേഡിൽ പങ്കെടുക്കുന്ന സേനാംഗങ്ങൾ അവരുടെ റിഹേഴ്സൽ കഴിഞ്ഞ് മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി രാജ്യ തലസ്ഥാനത്തെ വീതികൾ ഇത്തരത്തിൽ ഈ 26-ാം തീയതി ഭാരതത്തിന്റെ മുഴുവൻ പ്രൗഢിയും വ്യക്തമാക്കുന്ന തരത്തിലുള്ള പരേഡിനുള്ള ഒരുക്കങ്ങളും അതിന്റെ റിഹേഴ്സലുകളും പരിശീലനവും നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായി പരിശീലനം നടത്തി മടങ്ങുന്ന ഉദ്യോഗസ്ഥരെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ പരേഡിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രളോയ് മിസൈൽ ഒരു മുഖ്യ ആകർഷണമാകും. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള മിസൈലാണ്. ഒപ്പം കരസേനയുടെ ഡയർ ഡബിൾസ് എന്ന പേരിൽ മോട്ടോർ സൈക്കിൾ ലാലി ഏകദേശം 20 അടി ഉയരത്തിൽ പിരമിഡ് രൂപത്തിൽ തീർത്തുകൊണ്ട് കരസേനയുടെ പിരമിഡ് രൂപത്തിലുള്ള മോട്ടോർ സൈക്കിൾ റാലി ഉണ്ടാകും. അതിന് ഡയർ ഡബിൾസ് എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. അതും മറ്റൊരു മുഖ്യ ആകർഷണമാകും. വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തോടെയായിരിക്കും ഈ പരേഡിന് അവസാനമാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യോമസേനയുടെ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളുടെ അഭ്യാസ പ്രകടനം വളരെ കൃത്യമായി ഉണ്ടാകും. അതോടുകൂടിയായിരിക്കും 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ്. അതിന്റെ സമയം ക്രമീകരിച്ചിട്ടുള്ളത് 90 മിനിറ്റ് ആണ്. അത് ആരംഭിക്കുക രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള 300-ലധികം കലാകാരന്മാരുടെ വാദ്യഘോഷത്തോടെയായിരിക്കും ഈ പരേഡ് ആരംഭിക്കുക. അതിൽ 31 നിശ്ചല ദൃശ്യങ്ങൾ സൈനിക അഭ്യാസ പ്രകടനത്തോടൊപ്പം വിവിധ സന്ദേശങ്ങൾ വ്യക്തമാക്കുന്ന സുവർണ ഭാരതം, ഭരണഘടന, കുംഭമേള തുടങ്ങി വിവിധ ആശയങ്ങൾ വ്യക്തമാക്കുന്ന വിവിധ സംസ്ഥാനങ്ങളുടെയും മന്ത്രാലയങ്ങളുടേതും ഉൾപ്പെടെ 31 നിശ്ചല ദൃശ്യങ്ങൾ ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകും. കൂടാതെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കലാകാരന്മാരുടെ പ്രത്യേക നൃത്തരൂപങ്ങൾ പരേഡിനൊപ്പം ഉണ്ടാകും. അതോടൊപ്പം പരേഡ് വീക്ഷിക്കുന്നതിന് മുഖ്യ അതിഥികളായി എത്തുന്നവരുടെ കൂടെ തന്നെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള സാധാരണക്കാർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ
അവരെയും കൂടി ക്ഷണിച്ചിട്ടുണ്ട്. രാജ്യത്തെ അംഗനവാടി തൊഴിലാളികൾ, പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, അത്തരത്തിൽ വിവിധ മേഖലകളിലായി ജോലി ചെയ്യുന്ന, സേവനമനുഷ്ഠിക്കുന്ന സാധാരണക്കാരായ വ്യക്തികളെയും ഇത്തവണ കർത്തവ്യപഥത്തിൽ നടക്കുന്ന ഈ റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് പത്മ അവാർഡുകളാണെങ്കിലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട പരിപാടികളാണെങ്കിലും രാജ്യത്തിന്റെ അഭിമാനമായി ഉയർന്നു വരുന്ന പദ്ധതികളുടെ ഉദ്ഘാടന വേളയിലാണെങ്കിലും അത്തരം വേളകളിലെല്ലാം തന്നെ തൊഴിലാളികളെയും സാധാരണക്കാരെയും എല്ലാം തന്നെ ചേർത്ത് നിർത്താൻ മോദി സർക്കാർ ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ ദിനാഘോഷം, ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ്, ഇതിലെല്ലാം തന്നെ മുഖ്യാതിഥികളായി ഇപ്പോൾ സാധാരണക്കാരും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രാജ്യ തലസ്ഥാനം വലിയ ആഘോഷത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. നാളെ 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിനുള്ള കാത്തിരിപ്പിലാണ് രാജ്യ തലസ്ഥാനം ഉള്ളത്. ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. എന്താണ് ഭാരതത്തിന്റെ മുൻപോട്ട് പോക്ക്, മോദി സർക്കാരിന്റെ നയങ്ങൾ, ഒപ്പം ഭാരതം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, മുൻപോട്ടുള്ള നയങ്ങൾ, വീക്ഷണങ്ങൾ, ഇവയെല്ലാം വ്യക്തമാക്കുന്നതായിരിക്കും ദ്രൗപദി മുർമുയുടെ വാക്കുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വൈകിട്ട് 7 മണിക്ക് ശേഷമായിരിക്കും രാഷ്ട്രപതി ഇത്തരത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, രാഷ്ട്രപതി ഭവനാണ് ഈ കർത്തവ്യപഥത്തിന്റെ നേരെ മുൻപിൽ കാണുന്നത്. നേരെ ഏറ്റവും ഒടുവിൽ കാണുന്നത് രാഷ്ട്രപതി ഭവനാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീണ്ടു നിൽക്കുന്ന രാജ്പഥ്, രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വേദി. നേരത്തെ അത് രാജ്പഥ് എന്നറിയപ്പെട്ടിരുന്നെങ്കിൽ പിന്നീട് സർക്കാരിന്റെ കർത്തവ്യബോധം വ്യക്തമാക്കുന്ന ആ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ അത് രാജ്പഥ് എന്നുള്ളതല്ല, സർക്കാരിന്റെ കർത്തവ്യങ്ങൾ ഉണർത്തുന്ന, കർത്തവ്യങ്ങൾ വ്യക്തമാക്കുന്നതിന് കർത്തവ്യപഥ് എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ട് ഈ ഒരു പാതയെ, ദേശീയ രാജ്യ തലസ്ഥാനത്ത് ഈ ഒരു പാതയെ മോദി സർക്കാർ പുനർനാമകരണം ചെയ്തിരുന്ന ആ കർത്തവ്യപഥിലാണ് ഇത്തരത്തിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുക. രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാകകളാൽ അലങ്കൃതമായിട്ടുള്ള കർത്തവ്യപഥ്, ഒപ്പം കാണികൾക്ക് ഈ പരേഡ് വീക്ഷിക്കുന്നതിനായി എത്തുന്നവർക്ക് ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങൾ, പ്രത്യേക ഗ്യാലറി, അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ദിവസങ്ങൾക്ക് മുൻപേ പൂർത്തിയായിരുന്നു. പരിശീലനം അവസാന ഘട്ടത്തിലെത്തി. കഴിഞ്ഞ ദിവസം ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടന്നു. അത്തരത്തിൽ പരേഡിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം കനത്ത സുരക്ഷാ സംവിധാനമാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ടും റിപ്പബ്ലിക് ദിന ആഘോഷവുമായി ബന്ധപ്പെട്ടും ഡൽഹിയിലും ഒപ്പം രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലുമെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. യാതൊരു തരത്തിലും അനിഷ്ട സംഭവങ്ങൾ ഇല്ലാത്ത തരത്തിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതായാലും രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഡൽഹി ഒരുങ്ങിക്കഴിഞ്ഞു. വൈവിധ്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.